ഇന്നത്തെ തലമുറയിൽ പലർക്കും ദൈവത്തോട് വലിയ സ്നേഹമുണ്ട്. അതുകൊണ്ട് അത് പ്രകടിപ്പിക്കുവാനായി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർ ഭയങ്കര വാചാലമായി സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുന്നു, നല്ല നല്ല പാട്ടുകൾ പാടുന്നു, ദൈവത്തെ പുകഴ്ത്തി ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത് ചെയ്യുന്ന തെറ്റല്ല, കാരണം ദൈവം സ്നേഹവാനാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു: ദൈവഭയം, ദ ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ ഭക്തി പലപ്പോഴും ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവം എന്നോട് ക്ഷമിക്കും, ദൈവം കൃപാലുവാണ് എന്ന് ചിന്തിച്ച് പാപത്തെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു തലമുറ ഇന്ന് കൂടി വരുന്നു. ദൈവത്തെ സ്തുതിച്ചാൽ മതി, ആരാധിച്ചാൽ മതി, കുറേ പാട്ടുകൾ പാടിയാൽ മതി എന്നൊരു ധാരണയാണ് ആ ഒരു തലമുറയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഭയങ്കരമായിട്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. കർത്താവേ, അങ്ങൻ്റെ അപ്പായാണ്, അങ്ങൻ്റെ അമ്മയാണ്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ തോഴനാണ്, എൻ്റെ പ്രേമമാണ്, എൻ്റെ എല്ലാമാണ് എന്നെല്ലാം പറഞ്ഞ് ദൈവത്തെ നമ്മൾ പാടി അങ്ങനെ പ്രീതിപ്പെടുത്താം എന്നൊരു ധാരണ. എന്നാൽ യഹോവ ഭക്തി അല്ലെങ്കിൽ ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ കണ്ട് പേടിച്ചോടുക എന്നുള്ളതല്ല. ഇംഗ്ലീഷിൽ പറയുന്ന റെവറൻസ് വിത്ത് ആവ്, AWE, അതായത് ബഹുമാനത്തോടു കൂടിയുള്ള ഭയഭക്തി. സദൃശവാക്യം 8:13 പറയുന്നു, യഹോവ ഭക്തി എന്നത് ദോഷത്തെ വെറുക്കുന്നതാകുന്നു. നമ്മൾ പാപത്തെ വെറുക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതേ പാപം നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം തുറന്നു പറയേണ്ടതായിട്ട് വരും: നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിനകത്തല്ല. കാരണം കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. പാപത്തെ നമ്മൾ വെറുക്കും. ദൈവത്തോട് യഥാർത്ഥമായൊരു സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം തീരുമാനിക്കും: എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല. ശലോമോൻ രാജാവിന് ദൈവത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി മനോഹരമായ ആലയമൊക്കെ പണിതു. പിന്നീടത്തതിൽ ശലോമോൻ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് തിരിഞ്ഞു. ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞുപോയി. അവസാനം എന്തു പറ്റി? ശലോമോൻ രാജാവിൻ്റെ രാജ്യം ഛിന്ന ഭിന്നമായി പോയി. അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം മാത്രം ഉണ്ടാവുകയും ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെടുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ അച്ചടക്കം നഷ്ടപ്പെടുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ്? നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്: കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ പാപത്തെ വെറുക്കുവാനും പാപത്തോട് നോ പറയുവാനും എന്നെ സഹായിക്കണമേ. ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്തോടൊപ്പം അങ്ങയെ ഭയപ്പെടുന്ന ഒരു ഹൃദയവും കൂടെ എനിക്ക് തരണമേ. ഗോഡ് ബ്ലെസ് യു.